അയ്യോ അയ്യോ മുത്തു മുത്തു എന്തോടാ മുത്തു യോ പ്രതീക്ഷേ പ്രശോഭ ആരേലും ഒന്ന് വാ അവിടെ എന്തോന്ന് നോക്ക് എന്റെ പൊന്നു ഭഗവാനെ വയ്യാത്ത കാലം വെച്ച് ഞാൻ വേണോ മുത്തു എന്തുവാടാ അയ്യോ എന്താടാ നീ എന്തിനാ കരയുന്നേ എനിക്ക് മതിയായി കൊച്ചമ്മ എന്തോ കാര്യം എന്തുവാ ജീവിതം മടുത്തു കൊച്ചമ്മ അയ്യോ ഇനി ജീവിക്കണമെന്നേ ആഗ്രഹമില്ല കൊച്ചമ്മ എന്റെ പൊന്നു മുത്തു എനിക്ക് ഇങ്ങനെ ടെൻഷൻ തരാതെ നീ കാര്യം പറ എന്താ പറ്റി കൊച്ചമ്മയ്ക്ക് അറിയാലോ ഞാൻ ഒരു കവിയും സർവോപരി ഒരു ഗായകനുമാണെന്നുള്ള കാര്യം അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പൊ നീ എന്തോ സംഭവിച്ചെന്ന് പറ കൊച്ചമ്മ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അതായത് സാഹിത്യ ലോകത്തെ ഉദയ സൂര്യന്മാർ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഞങ്ങൾക്ക് ഉദയ സൂര്യന്മാർ എടാ ഇത് സൂര്യൻ ഒന്നല്ലേ ഉള്ളു ആരടാ ഈ സൂര്യന്മാര് അല്ല കൊച്ചമ്മ ഇതിനകത്തുള്ള എല്ലാ പേരും സൂര്യന്മാരാണ് അതുകൊണ്ട് പുതിയ സൂര്യന്മാരെന്നും കേട്ട് അതിനകത്ത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കവിതകളൊക്കെ ഇടുവായിരുന്നേ ഒരു ദിവസം ഞാൻ ഇങ്ങനെ മുറ്റത്ത് നിന്ന് ആകാശത്തേക്ക് നോക്കി നിന്നപ്പോ എനിക്കൊരു ആലോചന അതായത് പാ വെച്ചൊരു കവിത എഴുതിയാലോ അതെങ്ങനെയാടാ പാ വെച്ച് കവിത എഴുതാൻ പേന വേണ്ടേ അതല്ല കൊച്ചമ്മ പാ എന്ന അക്ഷരം ഉപയോഗിച്ച് കവിത എഴുതിയാലോ അങ്ങനെ നീ സംസാരിക്കുമ്പോ തെളിച്ച് പറ കാര്യങ്ങള് അങ്ങനെ ഞാൻ കവിത എഴുതി കവിത എഴുതിയിട്ട് സാഹിത്യ ലോകത്തെ ഉദയ സൂര്യന്മാർ എന്ന് പറയുന്ന നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയ്ക്കകത്ത് ഇട്ടു കൊച്ചമ്മ പിറ്റേ ദിവസം ഉണ്ടല്ലോ ഭയങ്കരപ്പെട്ടൊരു അത്ഭുതം നടന്നു കൊച്ചമ്മ കാട്ടായി കോണത്തെ കൂട്ടുകാർ എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മയ്ക്കകത്ത് ഈ കവിത വന്ന് കിടക്കുന്നു അതെങ്ങനെ വന്നത് അതെനിക്കറിഞ്ഞൂടാ അത് മാത്രമല്ല അതിന്റെ കവിയുടെ പേരാരെ എന്റെ അല്ല കൊച്ചമ്മ ആരുടെ പേര് അതാണ് കൊച്ചമ്മ ഡല്ലസ് എന്നോ ഡക്ലസ് എന്നോ ഏത് പേരാന്തോ ഒരുത്തന്റെ പേര് ആരടാ ഡള്ളസ് എനിക്കറിഞ്ഞൂടാ കൊച്ചമ്മ എനിക്കെങ്ങനെ അറിയാം കൊച്ചമ്മ അവൻ ഇപ്രാവശ്യം ഓണത്തിനോടനുബന്ധിച്ച് അവനൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട് എന്റെ കൊച്ചിന്റെ തന്താവൻ വന്നവനെ ഞാൻ സ്റ്റേജിലിട്ട് വെട്ടിക്കൊല്ലും നോക്കോ നീ ചുമ്മാ ആവശ്യമില്ലാതെ എടുത്തിയാട്ടങ്ങളൊന്നും കാണിക്കാതെ നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം ഈ സൂര്യന്മാരോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ എന്തോ സംഭവം ഒന്നും ചോദിക്കുന്നത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക എന്താ കൊച്ചമ്മ എനിക്കൊരു ഉപകാരം ചെയ്യോ എന്തോന്ന് ഫേസ്ബുക്കിലെ കൊച്ചമ്മ ഒരു ലൈവ് പോണം അതായത് എനിക്ക് മഹാകവിയെ നേരത്തെ അറിയാം ഈ മഹാകവി മുത്തുവിന്റെ കവിതകൾ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ കവിത ഞാൻ 2-3 ദിവസത്തിന് മുമ്പേ വായിച്ചതാണ് ഇത് അദ്ദേഹം എഴുതിയ കവിതയാണ് എന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി അപ്പൊ ജനങ്ങൾ വിശ്വസിക്കും കൊച്ചമ്മ അല്ല ഈ ആൾക്കാർക്ക് തന്നെ ഒരു സ്നേഹം അവരുടെ ഇടയിൽ ഒരു പേരും ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറച്ച് പേരൊക്കെ അത് കാര്യമായിട്ടും സീരിയസ് ആയിട്ടും ഒക്കെ എടുക്കും അതെ കൊച്ചമ്മ പക്ഷെ നിന്റെ കവിത ഞാൻ ഇതുവരെ ഒന്ന് വായിച്ചില്ലല്ലോ അത് ഞാൻ എപ്പോഴും കൂടെ കൊണ്ട് കിടക്കയില്ലേ കൊച്ചമ്മ ഞാൻ ലൈവായിട്ടൊന്ന് പാടിക്കാപ്പിക്കാം ഇത് ഡഗ്ലസ് എഴുതിയതല്ല ഞാനാണ് കൊച്ചമ്മ ശരി 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 പാൽനിലാവത്ത് പാലമരത്തിൻ ചുവട്ടിൽ പട്ടുനൂൽ പുഴുവിനെ പിടിക്കാനായി പോയി ഞാൻ പയ്യെ പയ്യെ പച്ചപ്പനന്തത്ത പറന്നു വന്നു പച്ചപ്പനന്തത്ത പറന്നു വന്നു പരുത്തിക്കുരു വാങ്ങി പച്ചപ്പനന്തത്ത പരുത്തിക്കുരു വാങ്ങി പാളയം ചന്തയിലെ പീടികയിൽ കൊടുത്തു പാളയം തോടൻ പഴം കഴിച്ച പട്ടുനൂപ്പുഴു എങ്ങനെയുണ്ട് കൊച്ചമ്മ എന്റെ പൊന്നു മുത്തു പട്ടുനൂൽപ്പുഴു എങ്ങനെയാ പാളയം കൂടെ പഴം കഴിക്കുന്നത് വിശപ്പ് കൊണ്ടായിരിക്കും കൊച്ചമ്മ അങ്ങനെ എന്തൊരു ഭാവനയാണല്ലോ ഭാവനയാ ഈ ഭാവന എനിക്കൊന്നും പറയാനില്ല നിന്റെ കവിതയെ കുറിച്ച് കേട്ടോ പനന്തത്ത പഴം കൊണ്ട് വന്നെന്നോ പട്ടുനൂൽപ്പുഴു പാളയം കൂടെ നിന്നെന്നോ എന്തോന്നാളാ നീ ഇത് എഴുതി വെച്ചിരിക്കുന്നത് കൊച്ചമ്മ ഇതെങ്ങനെയോ ഇതൊന്ന് അറിയിക്കണം കൊച്ചമ്മ എനിക്ക് വേണമല്ലോ അവരെ സൂര്യന്മാരെല്ലാം കൂടെ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലാന് അതല്ല കൊച്ചമ്മ ഈശ്വര എന്റെ ഒരു തലയിലെഴുത്ത് ഞാൻ ഏതാണ്ടോ കാര്യമായിട്ട് നിനക്ക് സംഭവിച്ചെന്ന് വിചാരിച്ച് ഗ്രഹപ്പഴയ്ക്കൊന്ന് ചോദിച്ചതാ എന്തോന്ന് ഈ കവിതയുടെ പേരെന്തോ ഇത് പാതിരാത്രി കൊച്ചമ്മ പാതിരാത്രിയിലാണ് എഴുതിയത് അതെ കൊച്ചമ്മ എന്റെ പൊന്നു ഭഗവാനെ എടാ മുത്തു പറയുന്നുണ്ടോ ഒന്നും വിചാരിക്കല്ലേ ഇമ്മാതെ ഈ ഭാവനയും കൊണ്ട് നടന്നാലേ നിന്റെ ഭാവി ഇല്ലാതാവും ഞാൻ പറഞ്ഞേക്കാം അതെ എടാ കട്ടിൽ 2-3 സാരി എടുത്ത് വെച്ചിരിക്കുന്നു അത് നീ പോയി ഒന്ന് കഴുകിയിട ഇന്ന് എനിക്കൊരു മൂടില്ല കൊച്ചമ്മ മൂടില്ല ആഹാ അപ്പോഴേ എടാ ശമ്പളം തരാ എനിക്കും അങ്ങോട്ടും ഒരു മൂട് വരുന്നില്ല ഇപ്പൊ ചെറുതായിട്ട് മൂട് വരുന്നുണ്ട് ആണോ അയ്യോ അതാ പോയി കഴുകിടാ മര്യാദക്ക് അതെ അതിനകത്തൊരു ബലം കൂടിയ സാരി ഉണ്ട് കണ്ടാലറിയാം ഒരു കസവൊക്കെ വെച്ചത് അതുകൊണ്ടത് മിഷനിലിട്ട് കറക്കരുത് മര്യാദക്ക് കൈ കൊണ്ട് പതുക്കെ കഴുകിയിട്ടാ മതി ചെല്ല് ചെല്ല് മൂടില്ലെന്ന് അയ്യോ ഈ പ്രശോഭിത് എവിടെ പോയി കിടക്കുവാ എന്റെ ദൈവമേ ഇവനൊക്കെ വേഷം കെട്ടി ഇറങ്ങാൻ ഇത്ര നേരം എന്തുവാ
ഇതെല്ലാം കൂടെ കെട്ടി ഒരുക്കി വരുമ്പോഴത്തേക്ക് ഡോക്ടർ അദ്ദേഹത്തിന്റെ പാട്ടിന് പോകും. പ്രശോഭേ, നല്ല മുഖം അയ്യോ തെറ്റി. എന്താ ഇത് എത്ര ദിവസമായി പ്രാക്ടീസ് ചെയ്യുന്നു? പ്രശോഭേട്ട ആദ്യം മേലോട്ടാ പോണ്ടത്. മേലോട്ട് തന്നെയല്ലേ പോയത്? അല്ല, പ്രശോഭേട്ടൻ താഴോട്ടാ പോയത്. എത്ര ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നു? വീണ്ടും തെറ്റിക്കുക. ലക്ഷ്മി, നിന്റെ ടൈമിംഗ് ആണ് തെറ്റിയത്. ഞാൻ കറക്റ്റ് തന്നെ ചെയ്തത്. എന്റെ ടൈമിംഗ് തെറ്റിയിട്ടില്ല. ഞാൻ കമ്പോസ് ചെയ്ത പാട്ടാ. നീ നോയിക്കോ, ഞാൻ സ്റ്റേജ് കയറിയിട്ട് പൊളിക്കും. നോയിക്കോ. ആഹാ, ഈ കോൺഫിഡൻസ് സ്റ്റേജിലും കണ്ടാ മതി. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, തെറ്റിയാ അവളുമാര് കൂവി നിലവിളിക്കും. അങ്ങനെയൊന്നും തെറ്റൂല. നീ ചുമ്മാ എന്റെ കോൺഫിഡൻസ് കൂടെ കളയല്ലേ. ആ ആ ആ വീണ്ടും ഒന്നൂടെ. എവിടെയാ നിർത്തിയേ? ഞാൻ പാടിത്തരാം. നീ ചിരിച്ചാലി കരയിൽ ചാകര, നീ ചിരിച്ചാലി തുറയ്ക്ക് ചാകര. എന്തോന്നാടാ പ്രശോഭ ഇതിവിടെ? അത് പിന്നെ അമ്മ, രശ്മിയിലെ സ്കൂളിലെ റീയൂണിയൻ ആയതുകൊണ്ട് അതിന് കപ്പിൾ ഡാൻസ് കളിക്കാൻ വേണ്ടി വിത്ത് കോസ്റ്റ്യൂം റിഹേഴ്സൽ നോക്ക. അയ്യോ, കപ്പിൾ ഡാൻസ് കളിക്കാൻ വേണ്ടി വിത്ത് കോസ്റ്റ്യൂം. നീ കൊള്ളാവമ്മ. എന്തോ അടിപൊളി കാണിക്കുന്നത്? അത് ചാന്തുപൊട്ട് സിനിമയിലെ പാട്ടല്ലേ, അപ്പൊ അത് നീ ഗെറ്റപ്പല്ലേ കറക്റ്റ്. ഇവക്ക് ബട്ടാണോ? എന്താ അമ്മ കുഴപ്പം? എടാ കൊച്ചനെ, ഈ ചാന്തുപൊട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു കഥാപാത്രത്തിന്റെ പേര്. അത് വലിയ വലിയ സിനിമാ നടന്മാരും കലാകാരന്മാരും ഒക്കെ അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കും. അല്ലാതെ നീ ആരാന്നാണ് അതിന്റെ വിചാരം? ഞാൻ മൂത്തമ്മ അമ്മയുടെ പ്രശോഭ. അത്രേ ഉള്ളു? അമ്മയുടെ മായി അത്രേ ഉള്ളു? അല്ല, നീ ഒരു അറിയപ്പെടുന്ന കമ്പനിയുടെ MD. ഒരു MD ഇമാതിരി കോമാളി വേഷം കെട്ടിട്ട് എന്നൊക്കെ കാണിച്ചാലേ നാളെ എന്തായിരിക്കും ഈ നാട്ടുകാരും മാധ്യമങ്ങളും ഒക്കെ പറയുന്നത്? കമ്പനിക്ക് തന്നെ നാണക്കേടല്ലേടാ. നിനക്കത് ആലോചിച്ചാ അറിഞ്ഞൂടെ? ഞാൻ അതിനെ കുറിച്ചൊന്നും അങ്ങനെ ചിന്തിച്ചില്ലമ്മ. അല്ല, നീ എന്തോ അല്ലെങ്കിലും ആലോചിക്കേണ്ട സമയത്തൊന്നും ആലോചിക്കത്തില്ലല്ലോ. അതിന് പകരം സിനിമയിൽ വലിയ വലിയ കലാകാരന്മാരെ അവതരിപ്പിച്ച കഥാപാത്രം എടുത്ത് വെച്ചിട്ട് ഭാര്യ അടുത്ത് ആർക്കാടി വെളിവുള്ളത് ഈ കൂട്ടത്തിൽ? എനിക്ക് അറിയാൻ വയ്യാട്ടി ചോദിക്കുക. അയ്യോ, വാതറത് കാര്യം പറയടാ. അല്ലമ്മേ, ഇനി ഈ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അവർ ഓൾറെഡി ചാർട്ട് ചെയ്തു. ആണോ? അയ്യോ, ഇമാരി കോമാളി വേഷം കെട്ടിക്കൊണ്ട് അവനെ കൊണ്ടു നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇതെല്ലാം ഊരി കളഞ്ഞേച്ചേ. അന്തസ്സായിട്ട് നിന്റെ സാധാരണ വേഷം ഇട്ട് എത്രയും പെട്ടെന്ന് എന്റെ കൂടെ എനിക്ക് ഡോക്ടറെ കാണാനുള്ളതാ. സമൂഹത്തിൽ കോമാളിയാക്കി ഭർത്താവിനെ കൊണ്ടു നടക്കുന്ന ഭാര്യയും ഇതാരെ പറയണം? ആർക്കാണ് ഇവിടെ വിളിവ്? എന്താ ഉദ്ദേശം? ഉദ്ദേശം എന്തോന്നും നീ കേട്ടില്ലേ? ഞാൻ നിന്റെ അന്നേ പറഞ്ഞ നിമ്മാതിലുള്ള പാട്ട് കളിക്കൂല. പ്രശോഭേട്ട, അതൊക്കെ ഒരു തമാശയല്ലേ? ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ വേണ്ട എടുക്കാൻ. എന്നെ കൊണ്ടിട്ട് അവിടെ ഇട്ട് കളിപ്പിക്കണേന്ന് നിനക്ക് തമാശ? പ്രശോഭേട്ട, പരിപാടി 3 മണിക്കാ. അതുകൊണ്ട് അവിടെ വന്നേക്കണം. ഇപ്പൊ അമ്മ പറഞ്ഞിട്ട് പോയാണ്ടല്ല, ഒരു MD ആയ ഞാൻ അവിടെ പോയി ഇങ്ങനെ ഒന്നും കളിക്കരുതെന്ന്. ഓക്കെ, സമ്മതിച്ചു. ഞാൻ ഇപ്പൊ എന്താ വേണ്ടേ? എന്റെ രശ്മി, നീ വല്ല പാട്ടോ വേറെ എന്തെങ്കിലും പെർഫോമൻസ് നോക്കും, നമുക്ക് അത് നോക്കാം. പറ്റത്തില്ല. ഞാൻ ഫിക്സ് ചെയ്ത പാട്ട് മാറ്റാൻ പറ്റത്തില്ല. എന്നാലേ നീ തന്നെ അങ്ങോട്ട് പോയിട്ട് കളിച്ചോണ്ടാ മതി. അവിടെ വന്നിരിക്കുന്നു. പ്രശോഭേട്ട, പാഞ്ചാലി ബാർ 4500. ഇതെന്തോന്ന്? ഇത് പേപ്പർ. ഇത് പേപ്പറാണെന്ന് എനിക്കും അറിയാം. ഇതെന്തോന്ന്? പാഞ്ചാലി ബാറിൽ 4500 കുടിച്ചിരിക്കുന്നു. ഇതെങ്ങനെ ഇതിനകത്തൊന്ന്? എനിക്കറിയത്തില്ല സുരഭി, ഞാൻ കുടിച്ചിട്ടില്ല. പറന്നു വന്നതായിരിക്കും അല്ലേ? അണ്ണ എന്റെ കളിക്കില്ലാട്ടാ. എന്തോ അണ്ണ ഇങ്ങനെ കുടിച്ചില്ലതാവുന്നത്? അണ്ണ കുറെ ദിവസം കൂടി കിടന്ന് ഇങ്ങനെ കുടിക്കുകയാണ്. ലാസ്റ്റ് നോക്കിക്കോ, കുടിച്ച് ഇവിടെ കിടന്ന് വലിക്കും. അപ്പൊ ആരും കാണൂല. സുരഭി, ആര് കണ്ടില്ലേ? നീ കൂടെ കാണത്തില്ല. സ്കൂളിലെ കിഞ്ഞരിക്കില്ലേ അണ്ണ? അണ്ണനെ കുടിപ്പിക്കുന്ന ആ ഓന്നിടനാണ്.
അങ്ങനെ വർത്തു അങ്ങനെ ഞാൻ കൊടുത്തോളും. അല്ലല്ലല്ല അവനിപ്പോ പഴയ പോലെ അടിയില്ല. ആര് പറഞ്ഞു? എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് 4500 ബില്ല് വരണത്? എന്റെ അണ്ണ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നമുക്ക് നല്ല പൈസ ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ എല്ലാരും നിക്കോളൂ. അത് ഇല്ലതായി കഴിഞ്ഞാൽ ഒരു പട്ടികളും തിരിഞ്ഞു നോക്കൂല. തുടങ്ങി നിന്റെ ഉപദേശം പൊന്നെ. അണ്ണ ഉപദേശം അല്ല പറയുന്നത്, ഉള്ള കാര്യം പറയുന്നത്. ഇതാടി ഭീഷണിയാണോ? ഭീഷണിയൊന്നുമില്ല. ഇനി കുടിച്ചോണ്ട് വന്ന അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓ ഇത് ഭീഷണിയാണല്ലോ. എന്ത് ഇത്ര ചാടാ? പോടുന്ന നീറ്റ് എന്തീ മിണ്ടാതിരി അണ്ണ. കിന്നടിക്കല്ലേ? ശരി കൂടാ, കുഴപ്പമൊന്നും നീ കുടിക്കുവോ? ഇല്ല ഇല്ല, സത്യം ചെയ്. വല്ലപ്പോഴും കുടിക്കും. പക്ഷെ ഓന്തന്നെ ഞാൻ കൊടുക്കും. അവന് കൊടുത്തു. ഓണത്ത് ഞാൻ പ്രശോഭേ, പ്രശോഭേ, ഓ എന്തോ പെണ്ണേ ഇത്? നീ എന്താ കുതിരേ കൊട കൊട കൊടാന്ന് പറഞ്ഞ് വരാനായിട്ട്? അമ്മ എന്റെടുത്താണോ പറഞ്ഞത്? അല്ല, ഒരു കാര്യം ഞാൻ പറയാം. കുറച്ചൊരു അടക്കവും ഒതുക്കവും ഒക്കെ ആയിട്ട് നടക്കുക. അല്ല അതിലെ പാണ്ടിന് പറയും പോകുന്നത് പോലെ വീട്ടിനകത്ത് കിടന്ന് ഇങ്ങനെ പാഞ്ഞു പോകരുത് കേട്ടോ. ഞാൻ ഇങ്ങനെ നടക്കാം. എന്തോ ഇങ്ങനെ നടന്നാ മതി അമ്മ. നീ എന്നെ അമ്മയെന്നൊന്നും വിളിക്കണ്ട. പണ്ട് കുറച്ചാൾ മുമ്പായിട്ട് വിളിച്ചെടുത്തായിരുന്നു. നിങ്ങള് അവര് അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. അമ്മയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ വിളിക്കാം. ആ ശരി, അങ്ങനെ. അമ്മ എവിടെ പോണ? എന്റെ കൊച്ചെ, നിനക്ക് എന്തിന്റെ സൂക്കേടാ? നിനക്ക് എന്താണേലും എന്താ? പ്രശോഭേ, അല്ല അമ്മ എവിടെയും പോണെങ്കിൽ ഞാനും കൂടെ കൂടെ വരാം. അയ്യോ വേണ്ട ഒരു അസിസ്റ്റന്റ് വേണ്ട മക്കളെ. അസിസ്റ്റന്റ് ഒക്കെ മക്കളുണ്ട്, മോനുണ്ട് എന്റെ കേട്ടോ. അയ്യോ അസിസ്റ്റന്റ്. അമ്മ കൊറേ നേരമായിട്ട് വിളിക്കുന്നത്. അമ്മയ്ക്ക് അധികം വെയിറ്റ് ചെയ്യാൻ പറ്റൂല. ഒന്ന് വരുമോ? വരും. പ്രശോഭേ വേഗം വാടാ, സമയമായി. എന്തൊരു കഷ്ടമാണിത്. നല്ല സാരി അമ്മ. അമ്മക്ക് നന്നായിട്ട് ചേരുന്നു. ആണോ? ഇത് എനിക്ക് വലിയ ഇഷ്ടമുള്ള സാരിയാ. തന്നെ ഇപ്പൊ തൽക്കാലം ആർക്കും കൊടുക്കാനും ഉദ്ദേശമില്ല. അയ്യോ അമ്മയ്ക്കാണ് ചേർന്നത്, എനിക്ക് ചേരൂല. ചേരൂല്ല. അല്ല ചേർന്നാലും ഇല്ല, കാരണം വെച്ചാൽ എനിക്കൊരു നല്ല ഗിഫ്റ്റ് കിട്ടിയതാ. കൊച്ചമ്മ, ഇതാണ് വാഷിംഗ് മെഷീനിൽ ഇടല്ലേ എന്ന് പറഞ്ഞത്? അതെ, വാഷിംഗ് മെഷീൻ ഇടല്ലേന്ന് മാത്രമല്ല, കണ്ടമാനായിട്ട് ഒരയ്ക്കുകയും പിടിക്കുകയും ചെയ്യാതെ സോഫ്റ്റ് ആയിട്ട് കഴിക്കണം. അത്ര ഉള്ളതാണ്. ഞാനല്ലേ അതിങ്ങ് താണ ഞാൻ തുണി കഴുകാൻ പോകുന്നു. ഓ വലിയ ഉപകാരം. നിന്നോട് പറയുന്ന ജോലി നീ ചെയ്യണം. വലിയ ഉപകാരമോ? അത് ശരി, കൊള്ളാമല്ല ആള്. നീ അങ്ങ് കഴിയാ മതി. ഓ ഒന്നാ അമ്മ ഞാൻ റെഡി. എവിടെ ആയിരുന്നടാ ഇത്ര നേരം? അത് ഞാൻ ഒന്നും കൂടെ ഒന്ന് ബാത്റൂമിൽ പോയായിരുന്നു. എന്ത് ഭാര്യ വല്ലതും ഉണ്ടാക്കി തന്ന രാവിലെ? ടെൻഷനായിരിക്കും. കഷ്ടം. സൂക്ഷിച്ചു പോണേ. പാവം പ്രസവം. എന്തായാലും ഞാൻ തുണി കഴുകിയിട്ട് മുത്തോണം തുണി കഴുകി. ഓ അത്രേ ഉള്ളൂ. ആ ശരി. കുഞ്ഞേ, ഇന്നല്ലേ മറ്റേ പരിപാടി? അതെ മുത്തോണ്ണ. പാട്ടോളാ ഞാൻ പറഞ്ഞോ? പൈസ തരണ്ട, ഞാനൊന്ന് അടിപൊളിയായിട്ട് പാടിത്തരാം. ഒന്ന് പോ മുത്തോണ്ണ. ഞാൻ ആ കൂടെ തീയുടെ പുറത്താ നിൽക്കുന്നത്. ആ എന്തൊരു കാര്യം? എത്ര ദിവസത്തെ റിഹേഴ്സൽ ആണെന്നറിയോ? ഞാനും പ്രശാപേട്ടനും കൂടെ നടത്തി പ്രോഗ്രാമിന് വേണ്ടി തയ്യാറായിരിക്കുമ്പോ അമ്മ വന്ന് അതെല്ലാം കുളമാക്കി. എന്ത് പറ്റി? അമ്മയ്ക്ക് എന്തോ കുറച്ചിലാന്ന് പ്രശാപേട്ടൻ ഡാൻസ് കളിച്ച. അയ്യോ, അപ്പൊ കളിക്കണ്ടെന്ന് പറഞ്ഞ? എന്തോ ചെയ്യൂന്ന് പറ. അല്ല ഒരു കാര്യം ചെയ്യാം, ഞാൻ വേണമെങ്കിൽ വന്ന് ഡാൻസ് ചെയ്യാം. കാരണം എനിക്ക് എല്ലാ കഴിവുള്ളതുകൊണ്ട് അതും കുഴപ്പമില്ല. പേയ്മെന്റ് തരണ്ട, ഞാൻ വന്നാ മതിയാ? ഒന്ന് പോയ മുത്തോണ്ണ. അല്ല ഞാൻ വരാന്ന്. വേണ്ട. നമുക്കൊന്ന് ഈ സാരി കഴുവാനേ പറഞ്ഞിട്ടുള്ളൂ. കഴിവാ. ഓ മനു അണ്ണനാ? എപ്പോ വന്നേ ഉള്ളു? ഓ ഞാൻ അണ്ണനെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു കേട്ടോ. ഞാനും മോളെ കാണാൻ വേണ്ടി ഇരിക്കായിരുന്നു. എന്തൊരു കാര്യം? മോള് പറ. ഇല്ല അണ്ണൻ പറ. അല്ല മോള് പറ. ഇല്ല അണ്ണൻ പറ. അണ്ണല്ലേ മൂത്തത്. അല്ലല്ല മോളല്ലേ എന്നെ കട്ടിയാളത്. അപ്പൊ മോള് പറ. ഞാൻ പറഞ്ഞ ചിലപ്പോ അണ്ണന് താങ്ങൂല. എന്നാ പിന്നെ ഞാൻ പറയാം അല്ലേ? പറ. അത് പിന്നെ അമ്മ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ? ആരാ? എന്റെ. ഓ അപ്പൊ അമ്മച്ചിക്ക് ആകെപ്പാടുള്ള പ്രതീക്ഷ ഞാനാണേ. അപ്പൊ എന്നെ എങ്ങനെ രക്ഷപ്പെടുത്തിയിടണം അമ്മയ്ക്ക് സമാധാനം ഇരിക്കാൻ. ഇനിയും ഞാൻ പറയട്ടെ. ലെറ്റ് മീ കംപ്ലീറ്റ്. അത് ഈ പ്രതീക്ഷിനെ എന്താ ബിസിനസ് പ്ലാൻ എന്നൊക്കെ ഒന്ന് തിരക്കാൻ പറ്റുമോ?
കാരണം അവൻ കുറെ ബിസിനസ് പരിപാടി ആണെങ്കിൽ നടക്കുന്നുണ്ട്. അപ്പൊ നിന്ന് പച്ച പിടിച്ചിട്ട് വേണം എനിക്ക് അവനോട് ഒന്ന് രക്ഷപ്പെടാൻ. ഓ അല്ല എനിക്ക് വേറെ പണി നോക്കാൻ വേണ്ടിട്ട് അതുകൊണ്ടാ. ആണാ? ഞാൻ ചോദിച്ചു നോക്കാം. ചോദിച്ചു. അല്ല ഇനി മോക്കെന്താ പറയാണ്ടെന്ന് പറഞ്ഞ? എനിക്ക് പറയാനുള്ള എനിക്കാണെങ്കിൽ പ്രതീക്ഷണ മാത്രല്ലേ ഉള്ളൂ. അതെനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ആകെ ഒരു തുണയെന്ന് പറയുന്നത് എന്റെ പ്രതീക്ഷണനാ. പ്രതീക്ഷണ ഇല്ലെങ്കിൽ ഞാനും ഇല്ല, ഞാൻ ഇല്ലെങ്കിൽ പ്രതീക്ഷണനും ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയാ. അപ്പൊ അതിന്റെ ഇടയില് നിങ്ങൾ ഒറ്റ ഒരുത്തായി പ്രതീക്ഷനെ കൊണ്ട് മാറി പോയി കൊടുപ്പിക്കുന്നത് വന്ന് കഴിഞ്ഞോണ്ടല്ലോ ഞാൻ കൊന്നു ഞാൻ പൊട്ടിക്കിട്ട് കൊടുക്കും. ഞാൻ നിന്റെ ഭർത്താവിനെ കൊണ്ട് കുടിപ്പിച്ചോ? മദ്യപേരിലെ ഭാര്യ ഞാൻ കൊണ്ട് കുടിപ്പിച്ചൊന്നുമില്ല. പിന്നെ അത് തനി അങ്ങ് പോവും. അവൻ കുടിച്ചിട്ട് അവന്റെ മലപ്പ ഞാൻ കുടിച്ചാണ്. കൊള്ളം പറഞ്ഞു പോയത് കൊള്ളം. കള്ളം ഞാൻ കള്ളം പറയണം. അവൻ അന്വേഷിക്കണ്ടോ? അന്വേഷിക്കണ്ടെന്തിന്? എനിക്ക് അത്യാവശ്യം ഇനി മേലെ കണ്ടുപോരുത്. ഈ ഏരിയയിൽ എവിടെയെങ്കിലും നിങ്ങളെ കണ്ടു കഴിഞ്ഞോ? ഞാൻ നേരത്തെ പറഞ്ഞ കൊന്നിയ പട്ടിക്കിട്ടു. പട്ടിക്ക് ഇട്ട് നീ തന്നെ പട്ടിക്ക് ഇട്ട് കൊടുത്താൽ എനിക്ക് അവനെ കൊണ്ട് വീട്ടിൽ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. വീട്ടിൽ പോകാൻ പറ്റത്തില്ല. എനിക്ക് അവനെ അത്യാവശ്യം വീട്ടിൽ പോകണം. പ്രതീക്ഷ 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 മനു വന്നിരുന്നോ? ഇല്ലണ്ണ. എന്താ? അല്ല അവന്റെ സൗണ്ട് കേട്ട പോലെ തോന്നി. അതാ അത് ഇതാ ഇവിടെ കൂടെ ഒരു പട്ടി കിടന്ന് കറങ്ങിയായിരുന്നു. അതിന് ഓടിച്ചതാ ഞാൻ. അതായിരുന്നു? ഓ അതാ ഓക്കെ. മനുവിനെ കാണാതിരിക്കൂല. മെനു എന്നോ പ്രതീക്ഷ തന്നെ. പൊടിന്ന് പറഞ്ഞ ആഹാ പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ അടിപൊളിയായിരുന്നാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ മൊത്തത്തിൽ കൺട്രോൾ പോയി നിൽക്കുക. അപ്പൊ പരിപാടി പൊളിഞ്ഞു. പ്രശോഭേട്ടനോടെ അകത്തുണ്ടല്ലോ. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല. എന്തോ ഉണ്ട്. എന്താണോ പേടിപ്പിച്ചളന്നില്ല. ഇതെന്ത് ദേഷ്യപ്പെട്ട് പോകുന്നത്? അത് അവളോട് ഞാൻ ഡാൻസ് കളിക്കാത്തതിന്റെ പ്രശ്നം. അപ്പൊ ഇന്ന് പരിപാടി കഴിഞ്ഞു. പരിപാടിയൊക്കെ നടന്നു. പക്ഷെ അവൾ ഒറ്റയ്ക്ക് കയറി കളിക്കേണ്ട ഒരു അവസ്ഥ. അതാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിലും ഇത്രയും നന്നായിട്ട് ചിരിച്ചു നിൽക്കുന്ന നിങ്ങളുടെ മനസ്സുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ എനിക്കിതൊക്കെ ശീലമാണ്. എനിക്കറിയാം. ഞാനേ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ ഇട്ടാ. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ ഇട്ടാ സ്നേഹം. ഞാൻ എത്ര തവണ ഉമ്മ വന്നിട്ടുള്ളതല്ലേ? അല്ല ശരിയാ. വാ. ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറയുന്ന സാധനം ഈ പോയതാണ്. ക്ഷമയുടെ നെല്ലിപ്പലക, അത് ടൈറ്റിൽ കൊള്ളാലോ. നെല്ലിപ്പലകേ നെല്ലിപ്പലകേ ക്ഷമയുടെ നെല്ലിപ്പലകേ, നിന്റെ പേരെന്താണ്? നിന്റെ ഭാര്യയുടെ പേരെന്താണ്? നിന്റെ അച്ഛന്റെ പേരെന്താണ്? ഓ എന്നെ സമ്മതിക്കണം. അയ്യോ. ഹലോ. യോ എന്റെ സഹദേവാദേ, ഞാനിപ്പൊ ചെക്കപ്പ് കഴിഞ്ഞോട്ട് വന്നതേ ഉള്ളൂ. വയ്യാന്ന്. ആ ഒരു കാര്യം ചെയ്, താൻ പ്രശോഭനെ വിളി. കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ അവനുമായിട്ട് സംസാരിക്കുക. ഹൈദരാബാദുകാരൻ്റെ ലിങ്ക് ചെയ്യലും അതും ഇതും എല്ലാം. എനിക്ക് തൽക്കാലം വയ്യ, ക്ഷീണമാന്ന്. അതല്ലേ പറയുന്നത്. ഞാനിത് റെസ്റ്റ് എടുത്തോട്ടെ. ആ ശരി ശരി. ആ പ്രശോഭനെ വിളിച്ചു. ഈശ്വര. ഓ അടുത്ത ആള്. ഇതെല്ലാം കൂടി ഇവിടെ കൊണ്ടുവയ്ക്കാനാണ് അവനോട് പറഞ്ഞത്. ഇതെന്താ പിന്നെ കബഡ് വയ്ക്കാൻ അറിഞ്ഞൂടെ? പൊന്നോ ഈശ്വര. അയ്യോ എന്തോ കളർ പിടിച്ചോ? കരിയോ? അയ്യോ നല്ലൊരു സാരി. ഈ മുത്തുന്റെ മുത്തു മുത്തുവേ എന്തോ അയ്യോ എന്തോ വെച്ചമ്മ? എന്ത് കൊച്ചമ്മേ? എവിടാ? എന്താടാ ഇത്? സാരി ഒരു വീക്ക് വെച്ച് തരണ്ടല്ലോ. ഇതെന്താ വന്നീ കരി? അയ്യോ. ആ അല്ല ഞാൻ ഇത് വളരെ സൂക്ഷിച്ച് കഴുകിയിട്ടാണ് കൊച്ചമ്മ. അതാ ഞാൻ ചോദിക്കുന്നത്. പിന്നെ എങ്ങനെ എവിടുന്നാ ഈ കരി വന്നത്? അല്ല ഞാൻ കഴുകി ഉണക്കാൻ ഇടുന്നത് വരെ ഈ കറയില്ലായിരുന്നു. പിന്നെ കൊച്ചമ്മ ഇതെനിക്ക് ആരോ പണി എന്നതാണ് കേട്ടാ. ഇമാരി കോമാളി വേഷം കെട്ടിക്കൊണ്ട് അവനെ കൊണ്ടു നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ തുണി എഴുതാൻ പോകുന്നു. ഓ വലിയോ
നിന്നോട് പറയുന്ന ജോലി നീ ചെയ്യണം. വലിയ ഉപകാരമോ? നീ അങ്ങ് കഴിയാ മതി. ഓ ആ. ഓഹോ, അങ്ങനെയാണെങ്കിലേ ഇത് നിനക്കുള്ള പണിയല്ല, ഇത് എനിക്കിട്ടാരോ പണി തന്നതാ. അത് ശരി, അത് ഞാൻ കണ്ടുപിടിക്കും, ഞാൻ കണ്ടുപിടിക്കോടാ. ഭയങ്കരികളെ